നിങ്ങളുടെ വീട്ടിലും വേണ്ട ഒരു IAS. അതാണ് ഇപ്പോഴത്തെ പുതിയ അഡ്വർടൈസ്മെൻറ്റ്. നിങ്ങളുടെ വീട്ടിലും IAS ഉണ്ടാക്കാനായിട്ട് 5ാം ക്ലാസ്സിൽ തന്നെ കുട്ടിയെ അങ്ങ് കൊടുത്താൽ അതിനെ ഒരു പ്രത്യേകതരം പുട്ടുകുറ്റിക്കകത്ത് വെച്ച് പുഴുങ്ങിയെടുത്ത് IAS ആയിട്ട് തള്ളിയിടും പോലും. അതാണ് ഇപ്പോഴത്തെ പുതിയ അഡ്വർടൈസ്മെൻറ്റ്. ഇതിനൊക്കെ വേണ്ടി ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന IAS നിന്നും IFS നിന്നും ഒക്കെ റിട്ടയർ ചെയ്ത ചില പുങ്കന്മാരൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ദയവ് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ സമഗ്രമായ ആഴമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയ 2 കുട്ടികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പ്രത്യേകതര സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി വളരെ സമ്മർദ്ദം ചെലുത്തി പഠിപ്പിച്ച ഒരു പയ്യനാണ്. അവനെ ചെറിയ ക്ലാസ്സിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യാനും ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിച്ച് വളരെ സമ്മർദ്ദം കൊടുത്ത് പഠിപ്പിച്ചു. ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ എന്തിനാണോ ഉദ്ദേശിച്ചത് അവിടെ എത്താനും പറ്റിയില്ല. ആ കുട്ടി ഭയങ്കര ഇൻഡിഫറൻ്റാണ്. എപ്പോഴും തർക്കുത്തരം പറയുക, വളരെ മോശമായി പെരുമാറുക, പേരൻസിനോടൊക്കെ ഭയങ്കര അരഗൻ്റായിട്ട് സംസാരിക്കുക. ഞാൻ ഈ കുട്ടിയെ കാണുമ്പോൾ കുട്ടിക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്ന മട്ടിലാണ് കുട്ടിയെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ഈ കുട്ടിയായിട്ട് കൂടുതൽ അടുക്കുകയും കുട്ടിയുടെ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുകയും ചെയ്തപ്പോഴാണ് അതിസമ്മർദ്ദം കൊടുത്താണ് ആ കുട്ടിയെ ഒരു പ്രത്യേക സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കാനായിട്ട് ചെറിയ പ്രായത്തിൽ നടത്തിയ സമ്മർദ്ദമാണ് ആ കുട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വൈകല്യങ്ങൾക്കെല്ലാം പ്രശ്നം. അതിൻ്റെ അമ്മ പറയുന്ന അതിന് മുമ്പ് വരെ ആ കുട്ടിക്ക് യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു, വളരെ കോർഡിയലായിട്ടുള്ള ഒരു ചൈൽഡായിരുന്നു. ഇത് ഇന്നിപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികളെയൊക്കെ IAS ആക്കാനും അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ചില ഫീൽഡുകളിലേക്കൊക്കെ വിടാനും എഞ്ചിനീയർ ആക്കാനും ഡോക്ടർ ആക്കാനും ഒക്കെ ചെറിയ പ്രായത്തിലെ കുട്ടികളെ അങ്ങ് പരിശീലനം കൊടുക്കുക. ഇതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ കുട്ടികളിൽ എന്തെങ്കിലും അത്തരം ടാലൻറ്റുകൾ കണ്ടിട്ടോ അത്തരത്തിലുള്ള കാലിബർ കണ്ടിട്ടോ അത്തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് കണ്ടിട്ടോ വല്ലതും ആണോ ഇത് ചെയ്യുന്നത്? ഇത് പേരൻസിൻ്റെ ഒരു വൈകല്യമാണ്. ഇത് ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള വൈകല്യങ്ങൾ പേരൻസിനുള്ളത്. ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ കുട്ടികളെയെല്ലാം വലിയ എന്തൊക്കെയോ ആക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്ന ഒരു മോഡേൺ വേൾഡിൽ ഈ പറയുന്ന ഡോക്ടർ, എഞ്ചിനീയർ, IAS എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പൂർണ്ണ അർത്ഥത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ കൊണ്ടൊന്നും യാതൊരു വാല്യൂ ഒരാൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഓരോ പൊസിഷൻ്റെ അന്തസ്സിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരാളായിട്ട് മാറിയില്ലെങ്കിൽ ആ പൊസിഷൻ തന്നെ ഒരു ദുരന്തമായി മാറുന്നു. അല്ലെങ്കിൽ ആ പൊസിഷനിൽ എത്തിയത് തന്നെ അവർക്ക് വലിയ ദുരന്തമായി തിരിച്ചടിക്കും. ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദിനംപ്രതി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നൊരു പെൺകുട്ടിയാണ്, ഒരു വിദേശ രാജ്യത്ത് MBBS പഠിക്കാൻ വിട്ടൊരു കുട്ടിയാണ്. അതിപ്പോൾ 1 വർഷം അവിടെ പൂർത്തീകരിച്ചു. വളരെ ഡിപ്രസ്ഡായിട്ട് ആ കുട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. ആ കുട്ടിയുടെ പേരൻസിന് ഡോക്ടർ അല്ലാതെ വേറെ ഒന്നും പറ്റില്ല. ആ കുട്ടിക്കാണെങ്കിൽ ആ കുട്ടി ഒരു ഡോക്ടർ ആകുക എന്നുള്ള യാതൊരു ചിന്തയും ആ കുട്ടിക്കില്ല. അതിനെ ഒരു 9ാം ക്ലാസ് മുതൽ പലതരത്തിലുള്ള കോച്ചിങ്ങും ട്യൂഷനും ഒക്കെ ആയിട്ട് കണ്ടമാനം അതിനെ സമ്മർദ്ദത്തിലാക്കി ആ കുട്ടി ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അതിന് പ്രതികരിക്കാനും അറിയില്ല, ഒരു വികാരവും ഇല്ല. അതിൻ്റെ പേരൻസ് ആ കുട്ടിക്ക് എന്തോ മാനസികമായ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ പേരൻസിനാണ്. ആ പേരൻസാണ് ആ കുട്ടിയെ അമിതമായ സമ്മർദ്ദത്തിലാക്കി. ആ കുട്ടിയിൽ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ അങ്ങ് പുകച്ച് കരിച്ച് കളയുക എന്നുള്ളതാണ്. ഒരു കുട്ടിയെ ഒന്ന് പൂർത്തീകരിക്കാനായിട്ട് ഒരു തരത്തിലുള്ള സമയമോ സാവകാശമോ കൊടുക്കാതെ നമ്മുടെ ധാർഷ്ട്യവും അഹങ്കാരവും പണവും ഒക്കെ ഇന്ന് വലിയൊരു പ്രശ്നമായിരിക്കുകയാണ്. അവർക്ക് സ്വസ്ഥമായൊരു ജീവിതമേ സാധ്യമല്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലത്തൊക്കെ കേരളത്തിലേക്ക് വലിയ വലിയ ബിസിനസ്സുകാരുടെയൊക്കെ മക്കളെയൊക്കെ ഊട്ടിയിലും കൊടൈക്കനാലിലും അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവിട്ട് പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലെ ലോകത്ത് ജീവിക്കാനായിട്ട് വരുമ്പോൾ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള യാതൊരു ഫിറ്റ്നസ്സും ഇല്ല. അവസാനം എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ കൂട്ടുകാരെല്ലാം കൂടെ അവന്മാരെ പൂർണ്ണ വെള്ളവടിക്കാരും തോന്നിവാസികളും എല്ലാം ആക്കി നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ ഒത്തിരി കേസുകൾ നമുക്കറിയാം. ഞാനിത് എൻ്റെ ഫാമിലിയിലും എൻ്റെ ചുറ്റുപാടുമുള്ള പല ഫാമിലിയിലും ഒക്കെ ഇത് കണ്ടിട്ടുള്ളതാണ്.
പലപ്പോഴും ഒരു മിസ്ഫിറ്റായിട്ട് അവസാനം മാറുന്ന, അല്ലെങ്കിൽ ഒരു ദുരന്തമായിട്ട് അവസാനം മാറുന്ന അവസ്ഥ. ഇതുപോലുള്ള പുതിയൊരു പ്രവണതയാണ് ഇപ്പോൾ ചെറിയ പ്രായത്തിലെ ഇതുപോലുള്ള വലിയ വലിയ കോച്ചിങ്ങുകൾ, അതുപോലെ തന്നെ വലിയ വലിയ ചില പ്രത്യേകതര സ്കൂളുകൾ, ലോകത്തെ സാധാരണക്കാരൻ്റെ ജീവിതവുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ചില സ്കൂളുകളിലൊക്കെ കുട്ടികളെ കൊണ്ടുവിടുക, അതിൻ്റെ സമ്മർദ്ദം ആ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് കിട്ടാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരെ കണ്ടെത്താൻ നമ്മൾ ഒന്നാമത് അവരെ അനുവദിക്കുന്നില്ല. രണ്ടാമത് ഈ മാർക്ക്, റാങ്ക്, റിസൾട്ട് ഒരു മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം, അല്ലെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ പേരൻറ്റും കുട്ടികളും തമ്മിലുള്ള ബന്ധം പോലും. കാരണം ഇതിൻ്റെയൊക്കെ അച്ചീവ്മെൻറ്റ്സ് വെച്ചിട്ടാണ് അവരുമായിട്ട് പേരൻസ് പോലും ബന്ധപ്പെടുന്നത്. അപ്പോൾ തന്നെ ആ പേരൻസിനെ പറ്റി ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകുന്ന വെറും നിലവാരം കുറഞ്ഞ, വില കുറഞ്ഞ ചിന്തകളാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഞാൻ കുട്ടികളിൽ നിന്ന് കേൾക്കുന്ന കാര്യം എന്താണ് പറഞ്ഞത്, ആ പേരൻസ് അത് മനസ്സിലാകുന്നില്ല, ഈ പൊട്ടനത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വളരെ ചീപ്പായിട്ടാണ് കുട്ടികൾ അങ്ങനെയുള്ള പേരൻസിനെ കുറിച്ച് പറയുന്നത്. ഈ പെർഫോമൻസ് ഓറിയൻറ്റഡ് പേരൻസ് എന്ന് പറയുന്നത് ഒരു ദുരന്തമാണ്. അത്തരം കുട്ടികൾക്ക് എന്ത് ബഹുമാനമാണ് ആ പേരൻസിനോടുണ്ടാകുന്നത്. ചെറിയ പ്രായത്തിലൊക്കെ പേടിച്ച് അവരതൊക്കെ ചെയ്യുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ അവർ തിരിച്ചറിയാൻ തുടങ്ങും, ഇതൊക്കെ എന്തൊരു ദുരന്തമായിരുന്നു എന്ന് അവർ തിരിച്ചറിയും. നമ്മുടെ മക്കളെയൊക്കെ വലിയവരാക്കണം, വലിയവരൊന്നും ആക്കാതിരിക്കണ്ട. പക്ഷേ അത് ഓരോ കുട്ടിക്കും ചേരുന്ന രീതിയിലാക്കിയെങ്കിൽ മാത്രമേ അത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. പലപ്പോഴും ഇതിൻ്റെ കുഴപ്പം ഇത് സസ്റ്റെയിൻ ചെയ്യില്ല എന്നുള്ളതാണ്. ബാല്യം നഷ്ടപ്പെടുത്തും, കൗമാരം നഷ്ടപ്പെടുത്തും. ബാല്യത്തിൽ അവർക്ക് കിട്ടേണ്ട ഒരുപാട് സ്നേഹവും ഒരുപാട് ലാളനകളും ഒരുപാട് മൂല്യങ്ങളും സംസ്കാരവും ക്യാരക്ടറും, അതുപോലെ അവരുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ അല്ലെ ഡെവലപ്മെൻ്റൽ നീഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കണം. എല്ലാ കുട്ടികളെയും നമുക്ക് എന്തും ആക്കിക്കളയാമെന്നുള്ളൊരു അതൊരു അഹങ്കാരമാണ്. അപ്പോൾ ആ ബാല്യമൊക്കെ അവർക്ക് അതിൻ്റേതായ രീതിയിലൊന്ന് ആസ്വദിച്ച് വളരാൻ അവസരം കൊടുക്കുക. ആ കൗമാരത്തിലേക്ക് വരുമ്പോൾ ആ കൗമാരത്തിലാണ് അവനെ കണ്ടെത്തേണ്ടത്, അവൻ്റെ ഒരു ക്യാരക്ടർ കണ്ടെത്തേണ്ടത്, അവൻ്റെ ഒരു മൂല്യബോധം കണ്ടെത്തേണ്ടത്, അവൻ്റെ സംസ്കാരം കണ്ടെത്തേണ്ടത്, അവൻ്റെ ചുറ്റുപാടുമായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ടത്, സൗഹൃദങ്ങൾ കണ്ടെത്തേണ്ടത്, പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങേണ്ടത്, ബന്ധുമിത്രാദികളെ, അവൻ്റെ സമൂഹത്തെയും രാജ്യത്തെയും ലോകത്തെയും ഒക്കെ പരിചയിക്കേണ്ടത് അവൻ്റെ കൗമാരത്തിലാണ്. ഈ സമയത്താണ് ഏതെങ്കിലും ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാൻ ശ്രമിക്കുന്നത്. എത്ര വലിയ ദുരന്തമാണ്. അങ്ങനെയുള്ള കുറേ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും രസമാണ്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, IAS, IFS ഒക്കെ ഇത്തരം കച്ചവടങ്ങളുടെ മോഡൽസായി ബ്രാൻഡ് അംബാസിഡറുമായിട്ടും ഒക്കെ എഴുന്നള്ളുന്നതാണ്. ഇത്ര നാണക്കേടാണ്, ഇത്ര ദുരന്തമാണ്. ശരിയാണ്, ചില കുട്ടികളിലൊക്കെ അത്തരം പ്രതിഭകളൊക്കെ വളരെ ചെറിയ പ്രായത്തിലേ കാണും. പക്ഷേ അത്തരം കുട്ടികൾക്ക് പോലും അവർക്ക് സമഗ്രമായ ഡെവലപ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ആ പ്രതിഭയൊന്നും അവസാനം നിലനിൽക്കില്ല. നമുക്കറിയാമല്ലോ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എത്ര കണ്ടിട്ടുള്ളതാണ്. ഇങ്ങനെ ഫുൾ ടൈം ഇരുത്തി പഠിപ്പിച്ച് ആക്കിയെടുത്തതൊക്കെ പിന്നീട് വലിയ ദുരന്തമാണ്. അങ്ങനെയുള്ളവരൊന്നും സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് വൈകല്യങ്ങൾ കാണും. അപ്പോൾ അത്തരത്തിലുള്ള ഡോക്ടറിനെ, എഞ്ചിനീയറിനെ, IAS ഒക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമം വളരെ അപകടകരമാണ്. അതുപോലെ ചെറിയ പ്രായത്തിലെ അവരുടെ എന്തെങ്കിലും ഒരു ടാലൻ്റ് അതങ്ങോ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും പണമാക്കി മാറ്റും, ഫെയിമാക്കി മാറ്റാനും ഒക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ സമഗ്രമായൊരു ഡെവലപ്മെൻറ്റിനുള്ള ടൈമിൽ നമ്മൾ അത്തരം അവസരങ്ങൾ അവർക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നീട് ഇതിൻ്റെ ദൂഷ്യങ്ങൾ നമുക്ക് ഉണ്ടാവും. നല്ല സുഹൃത്തുക്കൾ അത്തരം കുട്ടികൾക്ക് കാണില്ല, നല്ല മെൻ്റൽ ഹെൽത്ത് അത്തരം കുട്ടികൾക്ക് കാണില്ല, നല്ല ഇമോഷണലായിട്ടുള്ള ഒരു ബാലൻസ് അത്തരം കുട്ടികളിൽ കാണില്ല. ഫിസിക്കൽ ഹെൽത്ത് ഏറ്റവും വലിയ പ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളുടെ പഠനത്തിന് ചിലവഴിക്കുന്നതിനേക്കാളും കൂടുതൽ പണം ഇന്ന്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ന് ഫിസിക്കൽ ഹെൽത്തിനും മെൻ്റൽ ഹെൽത്തിനും ഇമോഷണൽ ഹെൽത്തിനും കൊടുക്കണം. കാരണം എന്തെല്ലാം നമ്മൾ കുട്ടികളിലൂടെ നേടിയെടുത്താൽ ഈ പറയുന്ന അടിസ്ഥാന കാര്യങ്ങളില്ലെങ്കിൽ ആ എലിവേഷൻ ഒന്നും സസ്റ്റെയിൻ ചെയ്യില്ല. ഇത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ ചെറിയ പ്രായത്തിലെ അമിതമായി കുട്ടികളെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ അപകടമാണ്. കുട്ടികൾ പതുക്കെ ഒന്ന് വളർന്നു വരട്ടെ. +2 വരെ അവർ കുറച്ച് ഫ്രീഡമൊക്കെ കൊടുത്ത് അവർക്ക് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകളും, എല്ലാ തരത്തിലുള്ള എക്സ്പോഷറുകളും, എല്ലാത്തരം എക്സ്പെരിമെൻറ്റ്സിനുള്ള ഓപ്പർച്യൂണിറ്റി. ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒരു ക്ലാസ് കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സാധാരണ സംഭവമാണ്. അങ്ങനെയൊക്കെയാണ് ചില കള്ളങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. ഇന്നങ്ങനെയല്ല. ഇന്നെല്ലാം ഉടൻ തന്നെ, ഒരു സ്കൂളൊക്കെയാണ് ഉടൻ തന്നെ അതിൻ്റെ മെസ്സേജ് വീട്ടിലെത്തിക്കഴിഞ്ഞു. കുഴപ്പമില്ല, ആ മെസ്സേജ് വീട്ടിലെത്തുമ്പോഴും മാതാപിതാക്കൾ അന്നേരം ചിന്തിക്കണം, ഓക്കെ, അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി ഇടപെട്ടാൽ മതി. ടെക്നോളജിയൊന്നും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല, ഇന്നത്തെ മോഡേൺ രീതികളൊന്നും ഇല്ല. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അവന് ക്ലാസ് കെട്ടിയ ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോയെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ലോകത്തിൻ്റെ അവസാനമൊന്നുമല്ല.
പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് അമിതമായി കുട്ടികളെ വരച്ച വരയിൽ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഈ കുട്ടികൾ അവസാനം ഒന്നിനും കൊള്ളാത്തവരായി മാറുന്നത്, അല്ലെ വലിയ കലാപകാരികളായി മാറുന്നത്, വലിയ മെൻ്റൽ വൈകല്യങ്ങളിലേക്ക് പോകുന്നതുമൊക്കെ. സമഗ്രമായ അവരുടെ ശാരീരികവും മാനസികവും വൈകാരികവും മൂല്യപരവും സാംസ്കാരികവും ഒക്കെ ആയിട്ട് അവർക്ക് വളർന്നു വരാൻ പറ്റിയില്ലെങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം പിന്നീടുണ്ടാകും. ഇന്ന് വന്ന ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് ഒരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതല്ല കുട്ടികൾ. അവരോരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് വ്യത്യസ്തമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അതെന്താണെന്ന് കണ്ടെത്തലാണ് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം. ചെറിയ പ്രായം മുതലേ ഒരുപക്ഷെ നിങ്ങളാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനേക്കാളും മനോഹരമായിരിക്കും അവരായിത്തീരാൻ സാധ്യതയുള്ളത്. ആ സാധ്യതകളെയാണ് നമ്മൾ ഇല്ലാതാക്കി കളയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സച്ചിൻ തെണ്ടുൽക്കർ വേറൊരു വീട്ടിലായിരുന്നു ജനിച്ചിരുന്നതെങ്കിൽ അവനെ ഒരു 4ാം കിട എഞ്ചിനീയറാക്കി മാറ്റിയത്. രാജാ രവിവർമ്മ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്ത് ജനിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പൂർത്തീകരിക്കപ്പെട്ടത്. നമുക്കറിയില്ല നമ്മുടെ വീട്ടിൽ ആരാണ് വളർന്നു വരുന്നത്. ചിലപ്പോൾ ഒരു കവിയാകേണ്ട കുട്ടിയായിരിക്കും, അതിനെ പിടിച്ച് എഞ്ചിനീയറാക്കിയാൽ എന്തൊരു വൃത്തികേടായിരിക്കും. ഓരോ രംഗത്തും നമ്മൾ നോക്കുമ്പോൾ മിസ്പ്ലേസ്ഡ് ആയിട്ടാണ് പലരും വന്നിട്ടുള്ളത്. അധ്യാപകരിൽ നല്ലൊരു ശതമാനം അധ്യാപകരാകേണ്ടവരൊന്നും അല്ല. എവിടെയൊക്കെയോ പോയി വഴിതെറ്റി അവസാനം കുറേ പേര് അധ്യാപകരെ, കുറേ പേര് എഞ്ചിനീയറാകും, കുറേ പേര് ഡോക്ടറാകും. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ അല്പസമയം ചിലവഴിച്ചു. പല ജോലിയും ചെയ്യുന്ന ആൾക്കാർ ആ ജോലിക്ക് ഫിറ്റല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ പലതിനെയും ആക്കിയെടുത്താൽ ഒരുമാതിരി വൃത്തികേടായിരിക്കും. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അവരായിത്തീരട്ടെ, അതല്ലേ മനോഹരം. അതിനുള്ളൊരു ക്ഷമ. ഇതിനു മുമ്പൊക്കെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ പാരൻറ്റിങ് സൂപ്പർ പവർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു പാരൻറ്റിങ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന പേഷ്യൻസാണ്. ഒന്ന് കാത്തിരിക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ആവിഷ്കരിച്ച് പൂർത്തിയായി വരുന്നതിന് വേണ്ടി ഒന്ന് കാത്തിരിക്കാൻ. ഇനി നമ്മൾ എന്തോ ആക്കിയാലും ഈ എയുടെ കാലത്ത് ഈ ആക്കിയതൊന്നും ആയിരിക്കില്ല കുട്ടികൾക്ക് നാളെ ചെയ്യാൻ പറ്റുന്നതല്ലേ, അതിലായിരിക്കത്തില്ല അവർക്ക് നാളെ അവസരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് സമഗ്രമായി അടിസ്ഥാനത്തോടെ വളർന്നു വരുന്ന കുട്ടികൾ ഏത് സാഹചര്യത്തെ നാളെ അതിജീവിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അവരെന്താണ് നാളെ അവരെ തേടി വരാൻ പോകുന്ന വെല്ലുവിളിയെന്ന്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ പഴയ ഒരു 30 വർഷം മുമ്പുള്ള കൺവെൻഷണൽ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതൊന്നും ആയിട്ട് അവർക്ക് നാളെ സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനുള്ള കുട്ടികളാണെങ്കിൽ അവർ സർവൈവ് ചെയ്യും. കൃഷി എന്താണെന്ന് അവരറിയുന്നില്ല, വായനയില്ല. വായനയൊക്കെ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? സാവകാശം കുട്ടികളെ ഇരുത്തി കഥയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കുട്ടികളെയൊക്കെ ചെറുതായിട്ട് വായിപ്പിക്കുക, അവർ പറയുന്നതൊക്കെ കേൾക്കുക. ഇതിനൊന്നും ആർക്കും സമയമില്ല. കൊണ്ടുപോയി ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിലോ ഒരു ട്യൂഷൻ സെൻറ്ററിലോ ഒക്കെ അങ്ങ് തള്ളുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് വായനാശീലം എങ്ങനെ ഉണ്ടാവും? വായനാശീലം ഉണ്ടാകണമെങ്കിൽ നമ്മളിരുത്തി കുഞ്ഞുങ്ങൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. അവർ വായിച്ചതിനെ പറ്റിയൊക്കെ നമ്മൾ അവരോട് ചോദിക്കണം. സ്കൂളിലൊക്കെ അത്തരത്തിലുള്ള വേദികളുണ്ടാവണം. അവർ വായിച്ചിട്ട് വന്നിട്ട് അതിനെപ്പറ്റി പറയുന്നതിനൊക്കെ മാർക്കും അസൈൻമെൻറ്റും ഒക്കെ കൊടുക്കുന്ന ഒരു സാഹചര്യം സ്കൂൾ സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവണം. എല്ലായിടത്തും എങ്ങനെയെങ്കിലും തല്ലിപ്പഴിപ്പിച്ച് കരിച്ച് പുകച്ച് കളയുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നിട്ട് തലമുറ നഷ്ടപ്പെട്ടത് പോയതിനെക്കുറിച്ചൊക്കെ ആവലാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ചുകൂടെ ക്ഷമയോടെ കുഞ്ഞുങ്ങളെ പൂർത്തീകരിക്കാനും സമഗ്രമായി ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ അവർക്കുണ്ടാവട്ടെ. എങ്കിൽ മാത്രമേ അവരിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ലോകത്തിന് ലഭിക്കുകയുള്ളൂ. ഓരോ കുഞ്ഞിലും ഓരോ പ്രത്യേകതകളുണ്ട്, ചില കുറവുകളുണ്ട്. ആ കുറവുകളൊക്കെ ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ കാണാതെയും നികത്താതെയും പോയാൽ വലിയ പ്രായത്തിൽ അവർക്ക് വലിയ കോസ്റ്റ്ലി ആവാൻ സാധ്യതയുള്ള കുറവുകളായിരിക്കും. അപ്പം അതൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാതെ പോകുന്നു. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്തൊരു കുട്ടിയാണ്, അത് പരിഹരിക്കാതെ മേളോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾ ഏത് ഫീൽഡിൽ അതിനെ കൊണ്ട് എത്തിച്ചാലും അതൊരു പരാജയമായിട്ട് മാറാനാണ് സാധ്യത. അപ്പോൾ എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് കുട്ടികളിലൊക്കെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്താനൊന്നും പറ്റുന്നില്ല പലപ്പോഴും. കാരണം എല്ലാ ഈ കച്ചവട സ്ഥാപനങ്ങൾ അഡ്വർടൈസ് ചെയ്യുന്ന ഏതെങ്കിലും കോഴ്സിലും ഏതെങ്കിലും പരിപാടിയിലും ഒക്കെ കൊച്ചിനെ വെച്ച് കൊടുത്ത്, അല്ലെ അങ്ങനത്തെ കുറേ സ്കൂളുകളിൽ കുട്ടികളെ കുട്ടികളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സംവിധാനങ്ങളിലാണ് നമ്മുടെ കുട്ടികളിൽ പലരും പഠിക്കുന്നത്. കാരണം അവർക്കെല്ലാം കയ്യടി വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ ഉപയോഗിക്കുകയാണ് മാതാപിതാക്കളും സ്കൂളുകളും എല്ലാം. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപകൻ പറഞ്ഞതുപോലെ ഒരു 10-40 കുട്ടികളെ കലോത്സവം എന്നും പറഞ്ഞ് എല്ലാ ദിവസവും കഴിഞ്ഞ 2 മാസമായിട്ട് ഇറക്കിക്കൊണ്ടങ്ങ് പോവുകയാണ്. അതിലെല്ലാ കുട്ടികൾക്കൊന്നും കലോത്സവത്തിൽ പങ്കാളിയാവേണ്ട ആവശ്യം പോലും ഇല്ല, അല്ലെ അതല്ല അവൻ്റെ ആവശ്യം. പക്ഷേ സ്കൂളിന് കയ്യടി വാങ്ങിക്കാൻ വേണ്ടി കുറേ കുട്ടികളെ കൊണ്ടങ്ങ് പോവുകയാണ്.
ആ കുട്ടികൾക്ക് അവരുടെ പഠനവും നഷ്ടപ്പെടുന്നു, അവരുടെ ആരോഗ്യവും നഷ്ടപ്പെടുന്നു. ചിലരൊക്കെ അവിടെ വെറുതെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്, അവർക്ക് പ്രത്യേകിച്ച് ഒരു റോളും അതിനകത്തില്ല. അപ്പം അങ്ങനെയല്ല, ഓരോ കുട്ടിയെയും കണ്ടെത്തി പൂർത്തീകരിച്ച് അതിനെ ലോകത്തിന് ഉപയുക്തമാക്കി കൊടുക്കുക എന്നുള്ള വലിയ കർമ്മമാണ് വിദ്യാഭ്യാസം. പേരൻറ്റിൻ്റെയും ജോലി അത് തന്നെയാണ്. ഓരോ കുട്ടിയെയും കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ച് പൂർത്തീകരിച്ച് കൊണ്ടുവരുമ്പോൾ ലോകത്തിന് ഒരു വലിയ മനോഹരമായ പോസിറ്റീവായ അനുഭവമായിരിക്കും. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും അങ്ങനെ ആവട്ടെ ലോകം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ വലിയ പെർഫോമൻസൊക്കെ ആക്കി കൊച്ചിലെ ആക്കിയിട്ട് അവസാനം കരിച്ച് പുകച്ച് ഒന്നിനും കൊള്ളാത്തവരായി പിന്നീട് ആക്കി കളയരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുട്ടിക്കാലത്തെ പെർഫോമൻസിനും കുട്ടിക്കാലത്തെ കയ്യടിക്കും വേണ്ടി ശ്രമിക്കുന്നവരാണ് പിന്നീട് ഒരുപാട് ദുഃഖിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ളൊരവസരം ഉണ്ടാവാതിരിക്കട്ടെ. നല്ലതെങ്കിലും മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന് മുമ്പുള്ള ഒരുപാട് വീഡിയോ ഇതുമായിട്ട് സമാനമായ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വീണ്ടും ഒന്ന് കാണാൻ എല്ലാവർക്കും അവസരങ്ങളുണ്ട്. എല്ലാവർക്കും നന്ദി. ഹാപ്പി ലിവിങ്. താങ്ക് യു.